ഹലോ എവറി വൺ, വെൽക്കം ടു ടൂസ് അക്കാഡമി. ടൂസ് അക്കാഡമിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ടൂസ് അക്കാഡമി നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ്സുമായിട്ടാണ്. എന്തെന്നാൽ കേട്ടറ്റ് എക്സാമിന് ഇനി അധികം ദിവസങ്ങളില്ല. ഏതൊക്കെ ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകണം, സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഏരിയ ഏതൊക്കെയാണ്, പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാമാണ് ഇന്ന് ടോസ് അക്കാഡമി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ടോസ് അക്കാഡമിയിലെ സെറ്റ്, HSST, VHSC, CTET, KTET തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതാണ്. അപ്പൊ ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. കേട്ടിട്ട് മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൺസെപ്റ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓൾജിബ്രൈക് ഐഡന്റിറ്റീസ്. ഓൾജിബ്ര വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അകത്ത് വരുന്ന ഐഡന്റിറ്റീസും ഇമ്പോർട്ടന്റ് ആണ്. ഈ ടൈപ്പിൽ പല രീതിയിലുള്ള ചോദ്യങ്ങൾ പല പല എക്സാംസിലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഓൾജിബ്രൈക് ഐഡന്റിറ്റീസ് ഒന്ന് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ മൈനസ് 2. എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ മൈനസ് 2. ഇവിടെ നമുക്ക് തരുന്ന കാര്യം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് എത്രയെങ്കിലും ഏതെങ്കിലും ഒരു നമ്പർ തരും. നമ്മളിത് ചോദിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1/x² ആയിരിക്കും. സോ ഈ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് അത് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഐഡന്റിറ്റി ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ആണ്. അതായത് നമുക്ക് തരുന്നത് എക്സ് മൈനസ് 1/x തരും. എന്നിട്ട് നമ്മളെടുത്ത് ചോദിക്കുന്ന ഏതായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് 1/x² ആയിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ നോക്കുക, ഇത് തമ്മിലൊരു കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എളുപ്പം തന്നെ കിട്ടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, എക്സ് പ്ലസ് 1/x ആണ് എങ്കിൽ നമുക്ക് അതിന്റെ സ്ക്വയറും വേണം, -2 ചെയ്യണം. ഇവിടെ പ്ലസ് തന്നു കഴിഞ്ഞാൽ -2 ചെയ്യാം. ഇവിടെ നോക്കിക്കേ, എക്സ് മൈനസ് 1/x ആ തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ എടുത്തിട്ട് +2 ചെയ്യാം. ഇവിടെ മൈനസ് തന്നു കഴിഞ്ഞാൽ +2 ചെയ്യാം. ആരെ കണ്ടുപിടിക്കാൻ, എക്സ് സ്ക്വയർ പ്ലസ് 1/x² കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഐഡന്റിറ്റി എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 1/x³. എക്സ് ക്യൂബ് പ്ലസ് 1/x³ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/x ദ ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1/x. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1/x² സെക്കൻഡ് പവർ ഉള്ള നമ്പർ ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ സ്ക്വയർ കൊടുത്തു, +2 അല്ലെങ്കിൽ -2 ചെയ്തു. ഇവിടെ ക്യൂബ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അപ്പൊ എല്ലാം 3യിലാണ്, 3 അവിടെ റിലേറ്റഡ്. പവർ 3 ആയതുകൊണ്ട് എല്ലാം 3 റിലേറ്റഡ് ആണെന്ന് ഓർക്കാം. ഇവിടെ നമുക്ക് എക്സ് പ്ലസ് 1/x തരും. എന്നിട്ട് ചോദിക്കുന്നത് ചിലപ്പോൾ x³ പ്ലസ് 1/x³ കണ്ടുപിടിക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ആളുടെ ക്യൂബ് എടുക്കുക, ⁻³ എടുക്കുക, -3 ഇൻറ്റു തന്നേക്കുന്ന ആൾ എഴുതുക. അപ്പൊ ഇവിടെയോ, ഇവിടെ നമുക്ക് x മൈനസ് 1/x തന്നിട്ടുണ്ടാകും, x മൈനസ് 1/x തന്നിട്ടുണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x³ മൈനസ് 1/x³ ആയിരിക്കും. അപ്പൊ ഇവിടെ ക്യൂബാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് തന്നിരിക്കുന്ന ആളുടെ ക്യൂബ് എടുക്കുക, പ്ലസ് ചെയ്യുക, 3 ഇൻറ്റു തന്നേക്കുന്ന ആൾ ചെയ്യുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്ലസ് വന്നപ്പോൾ ഇവിടെ മൈനസ് വരും. ഇവിടെ മൈനസ് വന്നപ്പോൾ ഇവിടെ പ്ലസ് വന്നു, ഇവിടെ പ്ലസ് വന്നപ്പോൾ ഇവിടെ മൈനസ് വന്നു. സോ ഇവിടെ മൈനസ് വരുമ്പോൾ നടുക്ക് ആരായിരിക്കും, പ്ലസ് ആയിരിക്കും എഴുതേണ്ടത്. ക്യൂബ് വരുമ്പോൾ മുകളിലും ക്യൂബ് വരും, അല്ലാതെ ഒരു 3 ഇൻറ്റു നമ്പർ അത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറും വരും. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, ഈ കൺസെപ്റ്റ് രണ്ടും ക്ലിയർ ആവും. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എക്സ് മൈനസ് 1/x ഈക്വൽ ടു 3 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എത്ര? ഈ ഐഡന്റിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. എക്സ് മൈനസ് 1/x നമുക്ക് തന്നിട്ടുണ്ട് 3ന്ന്. വേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് 1/x² ആണ്. അപ്പൊ ആ ഐഡന്റിറ്റി പഠിക്കാതെ തന്നെ നമുക്ക് 2 ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ആളുടെ സ്ക്വയർ എഴുതുക. തന്നേക്കുന്ന ആള് മൈനസ് ആയതുകൊണ്ട് നടുക്ക് ആരെ ഇടുക, പ്ലസ് ഇടുക. വീണ്ടും തന്നേക്കുന്ന ആളുടെ പിന്നെ എന്ത് ചെയ്യാം, 2 അല്ലേ, 2 ആയതുകൊണ്ട് 2 ചെയ്യുക. ഇസ് ഈക്വൽ ടു 3യുടെ സ്ക്വയർ എത്രയാണ്, 9 ആണ്, +2 ഈസ് ഈക്വൽ ടു 11. ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 3ക്ക് വരാം, 4 ഇടാം, 2 ഇടാം, 5 ഇടാം, 6 ഇടാം, ഏത് നമ്പർ വേണമെങ്കിലും ഇടാം. സെയിം കാര്യം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതേ മോഡൽ തന്നെ ചെയ്യുവാണെങ്കിൽ നമ്മളത് ഓർത്തിരിക്കും, മറക്കാതെ പോകും. ഓക്കെ, മറക്കില്ല ഒരിക്കലും. സോ എക്സ് സ്ക്വയർ പ്ലസ് 1/x² കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, തന്നേക്കുന്ന ആള് മൈനസ് ആയതുകൊണ്ട് തന്നേക്കുന്ന ആളുടെ സ്ക്വയർ ഇട്ടു, ഇവിടെ പ്ലസ് ഇട്ടു, മൈനസ് ആയതുകൊണ്ട് 2 ചെയ്തു. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി, ഓപ്ഷൻ സി ആയിട്ടുള്ള 11 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് മൈനസ് 1/x ഈക്വൽ ടു 3 ആയാൽ എക്സ് മൈനസ് 1/x 3 ആണ് എങ്കിൽ
എക്സ് ക്യൂബ് പ്ലസ് 1/x³ എത്രയാന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസറിൽ ഫുള്ള് 3 ആയിരിക്കണം. അപ്പൊ തന്നിരിക്കുന്ന ആളുടെ ക്യൂബ് ഏതായാലും ആദ്യം വേണം. പിന്നെ മൈനസ് ആണോ പ്ലസ് ആണോ ഇവിടെ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആള് തന്നിരിക്കുന്ന ആളുടെ സൈനാണ്. അതായത് എക്സ് മൈനസ് 1/x ആ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ഇട്ടോളണം? പ്ലസ് ഇട്ടോളണം. ഇവിടെ പ്ലസ് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസ് വന്നേനെ. പക്ഷെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്യാ. പിന്നെ എന്ത് ചെയ്യാ? 3 ആയതുകൊണ്ട് തന്നെ 3 ഇൻറ്റു തന്നിരിക്കുന്ന നമ്പർ ഈക്വൽ ടു 3യുടെ ക്യൂബ് 27 ആണ്. പ്ലസ് 3 ഇൻറ്റു 3 9 ആണ്. അപ്പൊ 27 പ്ലസ് 9 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ? 36. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ വരും. അപ്പൊ ഇങ്ങനെയാണ് ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ജസ്റ്റ് കണക്ട് ചെയ്ത് ചെയ്യാൻ പഠിക്കുക. ക്യൂബ് വന്നു കഴിഞ്ഞാൽ തന്നേക്കുന്ന ആളുടെ ക്യൂബ് തന്നെ എടുക്കണം. 3 വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടതെന്ന് ഓർക്കുക. അല്ലാതെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എന്ത് തന്നെ ചെയ്താൽ മതി? തന്നിരിക്കുന്ന ആളുടെ സ്ക്വയർ ആദ്യം എടുക്കുക. സ്ക്വയർ ആണ് ചെയ്യുന്നതെങ്കിൽ തന്നിരിക്കുന്ന ആളുടെ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം എടുക്കണം. അതായത് ഇവിടെ തന്നിരിക്കുന്ന ആൾ എത്രയാണ്? 3 ആണ്. 3യുടെ സ്ക്വയർ ആദ്യം എടുക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന ആള് മൈനസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടോളുക. പ്ലസ് ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് 2 ചെയ്താൽ മതി. സ്ക്വയർ വരുമ്പോ എല്ലാം 2ന്റെ കളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 2 വരും. സോ എത്ര വരും? 9 + 2 11 നമുക്ക് ആൻസർ വരും. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. അടുത്തൊരു ചോദ്യം, ഈ ഫ്രാക്ഷൻസിനെയും അതുപോലെ തന്നെ ഓൾജിബ്ര ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അപ്പോ ഇതെന്ന് പറയുന്നത് ഫ്രാക്ഷൻസ് അതുപോലെ തന്നെ ഓൾജിബ്രയും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫ്രാക്ഷൻസിന്റെ ഓപ്പറേഷൻസ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഓൾജിബ്രയുടെ ഓപ്പറേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാലുമാണ് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുക? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ നോക്കിക്കേ, x/3 - x/2 = 1/3 + 1/2 എന്നാണ് തന്നിരിക്കുന്നത്. x/3 - x/2 = 1/3 + 1/2 എന്നാ തന്നിരിക്കുന്നത്. എക്സ് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിനോമിനേറ്റർ ജസ്റ്റ് ഒന്ന് നോക്കുക. 3യും 2 ആണ് രണ്ടിന്റെ ഡിനോമിനേറ്റർ. ഇപ്പൊ ഡിനോമിനേറ്റർ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മൾ ശരിക്കും ഫ്രാക്ഷൻ ആണ് എങ്കിൽ അതിന് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഫ്രാക്ഷൻ ആണോ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മസ്റ്റ് ആണ്. സോ അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയും ചെയ്യണം, ഇങ്ങനെയും കൂടെ ചെയ്യണം മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്ത് വരും? x × 2 2x വരും. 3 × x 3x വരും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവരുടെ നടുക്കാരാ? മൈനസ് ആണ്. ആ മൈനസിന് എടുത്ത് ഇവിടെ ഇടുക. ഡിവൈഡഡ് ബൈ 3 × 2 താഴെയുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 എത്രയാണ്? 6 ആണ്. ഈക്വൽ ടു 1/3 + 1/2 ആണ്. സെയിം പ്രൊസീജിയർ ഇങ്ങനെയും ചെയ്യുക. സോ എന്ത് വരും? 1 × 2 2 1 × 3 3. നടുക്കാരാന്ന് നോക്കുക. നടുക്ക് പ്ലസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? പ്ലസ് ഇട്ടോളുക. ഡിവൈഡഡ് ബൈ 3 × 2 6 വന്നു. രണ്ടിടത്തും 6 ഉണ്ട്. താഴെ 6ന്റെ കൂടെ ആരും തന്നെ ഇല്ല. ഇവിടെയും 6ന്റെ കൂടെ വേറെ ആരും ഇല്ല. വേറെ പ്ലസോ മൈനസോ വെച്ച് ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 6ന്റെ കൂടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ 6നെയും കട്ട് ചെയ്ത് കളയാം. ഇവിടെ നോക്കിക്കേ, 2x-ൽ നിന്ന് 3x പോണം. 2x-ൽ നിന്ന് 3x ആ പോകേണ്ടത്. അതൊരിക്കലും നമുക്ക് പോകാൻ പറ്റില്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? ചെറുതിൽ നിന്ന് വലുതാണ് പോകേണ്ടത്. അപ്പൊ അതിന് പകരം നമ്മൾ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക, വലുതിന്റെ സൈൻ ഇടുക. വലുതാരാണ്? 3. 3ൽ നിന്ന് 2 കുറയ്ക്കുക. ആദ്യം 3ൽ 2 പോയത് 1 അറിയാം. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വലുതിന്റെ സൈൻ എത്രയാ? മൈനസ് അല്ലേ? സോ ഇവിടെ -1 ആണ് വരേണ്ടത്. കൂടെ പക്ഷെ എക്സ് ഉണ്ടല്ലോ. നമ്മൾ 1x എന്ന് എഴുതില്ല, -x എന്നാണ് സാധാരണ എഴുതാറുള്ളത്. 1x എന്ന് എഴുതിയെന്ന് വിചാരിച്ച് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ നോർമലി എന്ത് ചെയ്യാറില്ല? അങ്ങനെ എഴുതാറില്ല. സോ -x = 2 + 3 = 5. സോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എക്സ് ആണ്. അതായത് -1 × x എന്നാണ് -xന്റെ അർത്ഥം. = 5 ആണ്. സോ x = ഈ ഇൻറ്റു ഈ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 5 ഡിവൈഡഡ് ബൈ -1 വരും. ഈക്വൽ ടു എന്ത് വരും? ഈ മൈനസിനെ മുകളിലേക്ക് നമുക്ക് കൊടുത്ത് ഭംഗിയായിട്ട് എഴുതാം. എന്താണ്? -5. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഇത്. ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത്രയും സമയം എടുത്ത് നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ അല്ലാതെ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിന്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഫ്രാക്ഷൻസ് വന്നു കഴിയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുവായിരിക്കും നല്ലത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസർ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം,
കൃത്യങ്ക നിയമങ്ങൾ, ലോസ് ഓഫ് എക്സ്പോണൻസ്. എക്സ്പോണൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എക്സ്പോണൻഷ്യൽ ഫോമിൽ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ഫ്രാക്ഷനുമായിട്ട് മിക്സ് ചെയ്ത് ചോദിക്കും, ഡെസിമലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ചോദിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ലോസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ എന്നുള്ളതാണ്. അതായത് ഇവിടെ നോക്കേണ്ടത് ഈ താഴെ കിടത്തേക്കുന്ന നമ്പേഴ്സ് എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ഇവിടെ എ ആണ്, ഇവിടെ എ ആണ്. പക്ഷെ മുകളിലുള്ള ആൾക്കാർ എന്താണ്, ഡിഫറൻറ്റ് ആണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉത്തരം ആ താഴെ കിടത്തേക്കുന്ന ആളെ വ്യത്യാസം ഒന്നും വരുത്തരുത്, അത് ഇതുപോലെ തന്നെ എഴുതുക. മുകളിലുള്ള ആൾക്കാരെ കൂട്ടി എഴുതുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എം പ്ലസ് എൻ ആണോ, എം മൈനസ് എൻ ആണോ, എം ഇൻറ്റു എൻ ആണോ എന്നുള്ളത് ഇപ്പോഴും ഡൗട്ട് ആയിരിക്കും. അപ്പൊ എ റേസ് ടു എൻ, അതായത് 2 റേസ് ടു സം 10 ഇൻറ്റു 2 റേസ് ടു ഒരു 5 ആണെന്ന് വിചാരിക്കുക. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ആൾക്കാർ സെയിം ആണെങ്കിൽ താഴെയുള്ള ആളെ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. മുകളിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യണം, കൂട്ടി എഴുതണം. അതായത് 10നെയും 5നെയും കൂട്ടി എന്ത് വരും, ഉത്തരം 15 വരും. 2 റേസ് ടു 15 ആയിരിക്കും നമുക്കിവിടെ ഉത്തരം വരുന്നത്. ഇനി അടുത്ത ചോദ്യമാണെങ്കിലോ, എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ. എ റേസ് ടു എം ഇവിടെ നോക്കുക, എ തന്നെയാണ്. അതിപ്പോ ഒരു 2 തന്നെ എടുത്തു. 2 റേസ് ടു 3 ദ ഹോൾ റേസ് ടു 5 എന്നുള്ള ഫോമുല എടുക്കണേ. ഇവിടെ ചിലപ്പം പക്ഷെ എന്ത് ചെയ്യും, ഇവിടെ ഇൻറ്റു വന്നതുകൊണ്ട് നമ്മൾ ചിലപ്പം ഈ പ്ലസ് ചെയ്യാൻ കാര്യം മറന്നു പോയിട്ട് ഇതിനെ അങ്ങ് ഇൻറ്റു ചെയ്ത് വെച്ചോന്ന് വരും. അങ്ങനെ ചെയ്യരുത്, ഇവിടെ പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇൻറ്റു കിടക്കണം. അപ്പൊ എന്ത് ചെയ്യുക, ഇതിൽ ചിലപ്പോൾ നമുക്ക് പ്ലസ് ചെയ്യാനൊരു ടെൻഡൻസി വരും. പക്ഷെ പ്ലസ് അല്ല ചെയ്യേണ്ടത്. ഇവിടെ എന്ത് തന്നെയാണ്, ഈ ബ്രാക്കറ്റിന്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. ഏതൊരു ബ്രാക്കറ്റ് എടുത്തിട്ട് കഴിഞ്ഞാലും അവിടെ എന്താണ് അതിന്റെ മീനിങ് വരിക, ഇൻറ്റു എന്നതാണ്. മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് അതിന്റെ മീനിങ് വരിക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു ആണ്. ദാറ്റ് ഈസ് 2 റേസ് ടു 3 ഹോൾ റേസ് ടു 5, അതായത് 2 റേസ് ടു 3 ഇൻറ്റു 5 എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. ഈക്വൽ ടു 2 റേസ് ടു 3 ഇൻറ്റു 5 ചെയ്യണം. എന്ത് വരും, അത് 2 റേസ് ടു 15 തന്നെ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഒരെണ്ണത്തിന്റെ പവറിന്റെ ഹോൾ റേസ് ടു ഇൻറ്റു അടുത്തതെന്നാണ് അവിടുത്തെ മീനിങ് വരുന്നത്. ഇനി അടുത്ത ഐഡന്റിറ്റി എന്ന് പറയുന്നത് എ റേസ് ടു എം ബൈ എ റേസ് ടു എം. എ റേസ് ടു എം ഇൻറ്റു ആയിരുന്നു എന്നുണ്ടെങ്കിൽ പ്ലസ് ചെയ്യണം. ബൈ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതായത് ഈ എന്നിനെ മുകളിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ മൈനസ് ആകും. എ റേസ് ടു എം മൈനസ് എൻ എന്ന് വരും. അടുത്ത ഐഡന്റിറ്റി ഏത് നമ്പറിന്റെയും 0th പവർ 1 ആയിരിക്കും. എ റേസ് ടു 0 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, 5 റേസ് ടു 0 എത്രയായിരിക്കും, 1 ആയിരിക്കും. നോക്കിക്കേ, 100 റേസ് ടു 0 എഴുതിയാലും ആൻസർ എന്ത് തന്നെ വരുള്ളൂ, 1 തന്നെ വരുള്ളൂ. അപ്പൊ ഏത് നമ്പർ എടുത്തിട്ട് അതിന്റെ പവർ എടുത്തു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, 1 തന്നെ ആയിരിക്കും. അടുത്തത് എ റേസ് ടു മൈനസ് എം ഈസ് ഈക്വൽ ടു 1 ബൈ എ റേസ് ടു എം. അതായത് ഏതെങ്കിലും നമ്പർ -1 എന്ന് എഴുതി, അതിന്റെ അർത്ഥം എന്താ, ഈ മൈനസിനെ കളഞ്ഞിട്ട് നമ്പറിനെ എടുത്ത് താഴെ എഴുതുക. ദാറ്റ് ഈസ് 1 ബൈ 2 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഇത് പറയുവാണെങ്കിൽ 5 റേസ് ടു -3 ആയിരുന്നു എന്ന് വിചാരിക്കുക. മൈനസിനെ കളഞ്ഞിട്ട് ബാക്കിയുള്ളവർ താഴെ എഴുതുക. ദാറ്റ് ഈസ് 1 ബൈ 5 ക്യൂബ്. ഇതിന്റെ അർത്ഥം അതാണ്. ഇനിയിപ്പോ നമ്മുടെ ആ മൈനസ് താഴെ ആയിരുന്നെങ്കിലോ, 5 റേസ് ടു -3 ആയിരുന്നു എന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യാ, ഇതിനെ എടുത്ത് അതായത് 1 ബൈ 5 റേസ് ടു -3 എന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഈ 5നെ ഇത്രയും ആളെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ മൈനസ് വീണ്ടും എന്തായി മാറും, അതങ്ങ് പോവും, പ്ലസ് ആയിട്ട് മാറും. അതായത് 5 റേസ് ടു 3 എന്ന് നമുക്ക് ഇതിനെ എഴുതാം. മൈനസ് താഴെ വന്നാൽ അതേ നമ്പർ തന്നെ എടുത്ത് മുകളിൽ എഴുതുക, മൈനസ് വേണ്ട. ഈ മൈനസ് മുകളിലാണ് വരുന്നെങ്കിൽ ഇതുപോലെ തന്നെ അതേ നമ്പർ എടുത്ത് താഴെ എഴുതുക, മൈനസ് വേണ്ട. അങ്ങനെയുള്ളൂ ഈ മൈനസിന്റെ വ്യത്യാസം. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ ഈ ഐഡന്റിറ്റി പഠിക്കാതെ തന്നെ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അടുത്തത് എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈക്വൽ ടു എ ബി ഹോൾ റേസ് ടു എം. അതായത് എ റേസ് ടു എം ബി റേസ് ടു എം. അവിടുത്തെ നമ്പേഴ്സ് നോക്കിയാൽ താഴെയുള്ള ആൾക്കാർ വ്യത്യസ്തം, പക്ഷെ മുകളിലുള്ള ആൾക്കാർ ഒന്നും തന്നെയാ. അപ്പൊ എന്ത് ചെയ്താൽ മതി, അപ്പൊ അന്നേരം ചിലപ്പോൾ ഇവിടെ മുകളിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ടെൻഡൻസി വരും. അങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യാൻ മതി, ഈ എനെ ബിനെ ഒരുമിച്ച് എഴുതിയിട്ട് എമ്മിനെ ഒറ്റയായിട്ട് എഴുതുക, ഒറ്റ എം എഴുതുക. ഇവിടെ നമ്മൾ എ ഒറ്റയായിട്ട് എഴുതിയില്ലേ, അതുപോലെ ഇവിടെ എം ഒറ്റയായിട്ട് എഴുതുക. പക്ഷെ എനെ ബിനെ ഒരുമിച്ച് എഴുതുക. അത് ഇൻറ്റു ആയിരിക്കണം ചെയ്യേണ്ടതെന്ന് മാത്രം. എ ബി ഹോൾ റേസ് ടു എം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 2 റേസ് ടു 5 ഇൻറ്റു 3 റേസ് ടു 5 എന്ന് വരുവാണെങ്കിൽ എന്ത് വരും, 5 മുകളിൽ കോമൺ ആണ്. അപ്പൊ എന്ത് വരും, 2 ഇൻറ്റു 3, ആ 5ന് രണ്ടുപേർക്കും ഒരുമിച്ച് കൊടുത്തു. അതാണ് ഇതിന്റെ അർത്ഥം വരുന്നത്.
തല തിരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരുന്നത്. ഇതിനെ ഇങ്ങനെയാക്കാനുള്ളതായിരിക്കും ചിലപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എവിടെയെങ്കിലും യൂസ് ചെയ്യേണ്ടി വരാറുള്ളത്. ഇങ്ങനെയല്ല ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പൊ ഇത്രയെങ്കിലും മിനിമം ലോസ് ഓഫ് എക്സ്പോണൻസ് പഠിച്ചിരിക്കണം. ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കൃത്യങ്ക നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 plus 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 5 is equal to 25 x ആയാൽ എക്സെട്ര. അപ്പൊ ഇവിടെ നോക്കേണ്ടത്, ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ ലോസ് ഓഫ് എക്സ്പോണൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 5 എത്ര തവണ ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ മതി. 1 2 3 4 5 5 പ്രാവശ്യം ഉണ്ടല്ലേ. അപ്പൊ 5 പ്രാവശ്യം 5 ഉണ്ട്. അത് എന്ന് പറയുന്നത് എത്രയാണ്? 25 എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി 5 × 5 ഇപ്പൊ നമ്മളെല്ലാ ലോസും ഇവിടെ അപ്ലൈ ചെയ്യും. 5 എന്ന് വെറുതെ എഴുതി കഴിഞ്ഞാൽ 5 അതിന്റെ മുകളിൽ പവർ 1 ഉണ്ടെന്ന് അർത്ഥം. സോ 5 × 5 എന്ത് ചെയ്യും? താഴെയുള്ള ആൾക്കാർ സെയിം തന്നെയാണ്. അപ്പൊ അതിനെ ഒരു പ്രാവശ്യം എഴുതി. എന്നിട്ട് മുകളിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? പ്ലസ് ചെയ്യുക. അതായത് 1 + 5 6 എന്ന് വരും. ഈക്വൽ ടു, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 25 x ഇവരൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ 5 ആണ് താഴെ വന്നേക്കുന്നത്, ഇവിടെ എന്താണ് 25 ആണ് താഴെ വന്നേക്കുന്നത്. അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം 25 നമുക്ക് 5 ആക്കാൻ പറ്റും. എങ്ങനെ 5 ആക്കാൻ പറ്റുക? ഡിവൈഡ് ബൈ 5 എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കരുത്. ഇതിന്റെ ഡിവിഷൻ ഈ എക്സ്പോണൻസിന്റെ അകത്ത് ഇങ്ങനെ പവർ വരുമ്പോൾ നമുക്ക് ഇച്ചിരി പോസിബിൾ ആയിരിക്കില്ല, ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താണ് വേണ്ടത്? 5 എന്ന് പറയുന്നത് 25 നമുക്ക് 5ന്റെ സ്ക്വയർ ആയിട്ട് എഴുതാലോ. 5ന്റെ സ്ക്വയർ ദ ഹോൾ റേസ് ടു എക്സ്, നമുക്ക് a⁻m ദ ഹോൾ റേസ് ടു n, അതായത് ഒരു നമ്പർ അതിന്റെ പവർ എടുത്തു ഇൻറ്റു മറ്റേ വേറൊരു നമ്പർ, അതായത് പവർ ആയിട്ട് ഒരെണ്ണം ഇൻറ്റു വന്നേക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻറ്റു ചെയ്യണം. സോ 5⁶ = 5⁻² × x 2x എന്ന് വരും. ഇവിടുത്തെ രണ്ടുപേരുടെയും താഴത്തെ ആൾക്കാർ സെയിം ആണെങ്കിൽ ഒരു ഈക്വൽ ടുവിന്റെ അപ്പുറം, അതായത് LHSലും RHSലും താഴെയുള്ള ആള് 5 ആണ്, അതായത് സെയിം നമ്പർ ആണെങ്കിൽ മുകളിലുള്ളവര് എന്തായിരിക്കണം? ഉറപ്പായും ഈക്വൽ ആയിരിക്കണം. ഇവർ രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ, അതായത് ഇതിനോട് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ മുകളിലുള്ള ആൾക്കാർ പരസ്പരം ഈക്വൽ ആവണം. അതായത് 6ഉം 2x ഈക്വൽ ആവണം. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? x = 6/2 = 3. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കിട്ടും. ഈ ടൈപ്പിലുള്ള പല മോഡലിലുള്ള ചോദ്യം പല വർഷങ്ങളായിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതെന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ 2 എണ്ണാണ് അപ്ലൈ ചെയ്തത്. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഓൾജിബ്രയുടെ ആ പ്രോപ്പർട്ടി കൂടി യൂസ് ചെയ്തിട്ടാണ് ഇക്വൈറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചത്. അപ്പൊ എല്ലാത്തിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാൻ അറിയണം. ഒരു എക്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ അറിയണം. പവറൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ അറിയണം. ഇതെല്ലാം ബേസിക് ആയിട്ട് പഠിക്കേണ്ട മാത്സിന്റെ കാര്യമാണ്. അതെല്ലാം പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1/2 + 1/2² + 1/2³ ദശാംശ രൂപം എഴുതുക. 1/2 1/2² 1/2³ പല രീതിയിൽ ചെയ്യാം. അതിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 1/2 എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ് 1/2? 0.5 ആണ്. അതെ, അരയാണ്. 0.5. 1/2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 അല്ലേ? 1/2² 1/4 അല്ലേ? 1/4 എന്ന് പറഞ്ഞാൽ കാലാണ്. കാലെന്ന് പറയുമ്പോ എത്രയാ? 0.25. ഈ 1/2³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8 ആണ്. അതിനെ കുറിച്ച് നമുക്ക് കുറച്ച് നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യാത്ത ഒരു ഭാഗമാണല്ലോ 1/8 എന്ന് പറയുന്നത്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കാതെ ഇതൊന്നും ആഡ് ചെയ്ത് നോക്കിക്കേ. നമുക്ക് ആഡ് ചെയ്യില്ല, സമ്മല്ലേ വേണ്ടത്. ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കിക്കേ. പോയിന്റ് ഉള്ള ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ പോയിന്റുകൾ നേരെ എഴുതിക്കൊള്ളണം. അതാണ് പോയിന്റുകൾ ആഡ് ചെയ്യുമ്പോഴാണെങ്കിലും സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഉള്ള റൂൾ എന്ന് പറയുന്നത്. പോയിന്റ്സ് ഇങ്ങനെ നേരെ ലൈനായിട്ട് ഇങ്ങനെ വരണം. ബാക്കി ഇല്ലാത്ത സ്ഥലത്തൊക്കെ 0 തൊട്ട് നമുക്ക് ഫില്ലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഇത് നോക്കിക്കേ, ഇവിടെ 5, ഇവിടെ 7, 0 പോയിന്റ്. അതായത് ഇത് രണ്ടെണ്ണം ആഡ് ചെയ്തപ്പോഴേക്കും നമുക്ക് 0.75 കിട്ടി. അപ്പൊ അതിനേക്കാളും കൂടുതലുള്ള ആൻസർ ഏതാണോ അതായിരിക്കും നമ്മുടെ ഉത്തരം വരും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഉത്തരം എത്ര വരും? 0.875 എന്ന് ഉത്തരം വരും. പക്ഷെ എല്ലാ കേസിലും എല്ലായ്പ്പോഴും നമുക്ക് അതെന്ത് ചെയ്യണമെന്നില്ല, പോസിബിൾ ആവണമെന്നില്ല. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു മാർഗമുണ്ട്. നമ്മൾ ചെയ്യേണ്ട നോർമൽ ഒരു മെത്തേഡ് ഉണ്ട്, അതുകൂടി പഠിച്ചിരിക്കുക.
കാരണം ചിലപ്പോൾ നമ്പർ എല്ലാം മാറ്റി ചോദിച്ചാലോ അല്ലെങ്കിൽ ഇതിന്റെ ഓപ്ഷൻ വേറെ രീതിയിൽ തന്നു കഴിഞ്ഞാലോ നമ്മളത് ചെയ്യാൻ എന്ത് ചെയ്യണം, ബാധ്യസ്ഥരാണ്. അതായത് 875 വരും 0.876, 0.87, അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ നമുക്ക് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതുകൂടെ പഠിച്ചിരിക്കണം. ഓപ്ഷൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പൊ നോക്കാലോ, 1/2 ഉണ്ട്. 1/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 1/2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇനി ഇവരെല്ലാവരെയും നമ്മൾ ചെയ്യാൻ പോകുന്നത് 10ന്റെ അല്ലെങ്കിൽ 100ന്റെ അല്ലെങ്കിൽ 1000 താഴെ ആ നമ്പേഴ്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നോക്കുവാണ്, ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം താഴെ ആ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്, ഡിവൈഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. രണ്ടിനെ നമുക്ക് എത്രയാക്കാം, 10 ആക്കാൻ പറ്റും അല്ലെ. അതിന് എന്ത് ചെയ്താൽ മതി, ഒരു 10 വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ മതിയല്ലോ. താഴെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, മുകളിലും ഉടനെ തന്നെ ചെയ്തോളണം. അങ്ങനെയാണ് നമുക്ക് താഴെ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും അതേ നമ്പർ വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 4നെ 10 ആക്കാൻ പറ്റുമോ നോക്കാം. 4നെ 10 ആക്കാൻ പറ്റും, പക്ഷെ നാച്ചുറൽ നമ്പർ യൂസ് ചെയ്ത് നമുക്ക് പറ്റില്ല അല്ലെ. പെട്ടെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 4നെ നമുക്ക് എന്താക്കാൻ പറ്റും, 100 ആക്കാൻ പറ്റില്ലേ. ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4 100 ആവുന്നത്, 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ. 25 into 4 is 100. സോ 25 മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് 1/8 ആണ്. ഈ 1/8നെ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും, 8നെ 125 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ മുകളിലും താഴെ ചെയ്യണം കേട്ടോ. 125 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും, താഴെ 1000 ആയിട്ട് മാറും. അപ്പൊ അത് 100 ആക്കാൻ പാടില്ലെന്ന് വെക്കും. 8നെ 100 ആക്കാൻ വേണ്ടിയിട്ട് ഡെസിമൽ നമ്പർ വെച്ച് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ആ നമ്പർ കണ്ടുപിടിക്കുന്ന സമയം മതി നമുക്ക് ഇതല്ലാതെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 125 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ജസ്റ്റ് ചോദിക്കുവാണെങ്കിൽ തന്നെ ഈ നമ്പേഴ്സ് മാത്രമേ ചോദിക്കുള്ളൂ. ഒന്നെങ്കിൽ 1/2, 1/2 സ്ക്വയർ ആ രീതിയിലുള്ള നമ്പേഴ്സ്, അല്ലെങ്കിൽ 1/5, 1/5 സ്ക്വയർ അങ്ങനെയുള്ള നമ്പേഴ്സേ ചോദിക്കൂ, അല്ലാതെ ചോദിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതായത് ഇങ്ങനെ എളുപ്പം മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ നമുക്ക് ചോദിക്കാറുള്ളൂ. അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്ത് വരും, 10/2 ഇൻറ്റു മുകളിൽ 10 ആണ് വന്നിരിക്കുന്നത്. 2 ഇൻറ്റു എത്രയാ വന്നിരിക്കുന്നത്, 2 ഇൻറ്റു 10. 2 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ശരി 2 ഇൻറ്റു 10 അല്ല 5 ആണ് കേട്ടോ. മുകളിൽ നമുക്ക് 10 വെച്ച് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 5 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പറഞ്ഞപ്പോ മാറിപ്പോയതാണ്. 2 ഇൻറ്റു 5 ചെയ്താലാണ് എന്ത് ചെയ്യുക, നമുക്ക് 10 കിട്ടുക. അപ്പം താഴെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും 5 വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മുകളിൽ ഏതായിരിക്കും നമ്പർ വരിക, മുകളിൽ നമുക്ക് 5 വരും. മുകളില് 5 വരും. ഡിവൈഡ് ബൈ 2 ഇൻറ്റു 5 10 എന്ന് വരും. പ്ലസ് 25 ബൈ താഴെ എന്ത് വരും, 4 ഇൻറ്റു 25 100 ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത്. അപ്പൊ ഇവിടെ താഴെ 1000 ആക്കാൻ വേണ്ടി ചെയ്തപ്പോ 1000 വരും, 125 എന്ന് വരും. ഇനി അത് നോക്കിക്കേ, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. അപ്പൊ ഇതിന്റെ ഇതായി. ഇത് 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക, അതായത് 0.25. താഴെ 3 0 ഉണ്ട്, അപ്പൊ 3 സ്ഥാനം മാറ്റി മുകളിൽ പോയിന്റ് ഇടുക, അതായത് 0.125. ഇതിനെ കൂട്ടി നോക്കാം. കൂട്ടി നോക്കുമ്പോ എത്ര വരും, 0.875 എന്ന് നമുക്ക് വരും. അപ്പൊ ഇത് കൂട്ടി നോക്കുന്നത് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഡെസിമൽ നമ്പറിന്റെ ഏതായാലും ഏതെങ്കിലും അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അന്നേരം എന്ത് ചെയ്യുക, 0.5നെ നമുക്ക് ചെയ്യണം. പിന്നെ എല്ലാ പോയിന്റും ഇതിന്റെ താഴെ തന്നെ വേണം. അടുത്ത നമ്പർ 25. അപ്പൊ 25 ഇവിടെ എഴുതുക, 0 ഇവിടെ എഴുതുക. അടുത്ത 125. അപ്പൊ പോയിന്റ് ഇവിടെ എഴുതുക, 125. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എഴുതണം. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഇതില്ലാത്ത നമ്പർ ഇല്ലാത്ത സ്ഥലത്തെല്ലാം 0 ഇട്ട് ഫില്ല് ചെയ്യുക. ഇനി ഇത് ആഡ് ചെയ്യുക. 0 + 0 + 5 5, 0 + 5 + 2 7, 5 + 2 + 1 8. ഈ പോയിന്റ് അതുപോലെ തന്നെ പോയിന്റ് ഇങ്ങനെ നിരക്കി വരണം. 0 ഇപ്പൊ വല്ല ശിഷ്ടോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1 ആക്കി മാറ്റാം. മനസ്സിലായല്ലോ. 0 ഒന്നുമില്ല, അന്നേരം ഇവിടെ 1 + 0 + 0 + 0. അപ്പൊ ആൻസർ ഇവിടെ ഇത് വെട്ടിട്ട് 1.875 അങ്ങനെ വരും കേട്ടോ. അപ്പോ ഇതാണ് നമുക്ക് ഇങ്ങനെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈപ്പിലുള്ള പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പൊ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ലോജിക്കലി ചിന്തിച്ചിട്ട് ചെയ്യാം. ഇനി ഓപ്ഷൻ അങ്ങനല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്താൽ വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്ത ചോദ്യം, 6² ഇൻറ്റു 3² ഇൻറ്റു 4 ഇൻറ്റു എത്ര ഘടകങ്ങളുണ്ട്, 4ന് എത്ര ഘടകങ്ങളുണ്ട്. നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്, എത്ര ഘടകങ്ങളുണ്ട്. അപ്പൊ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അതായത് ഇതുപോലെ ഇൻറ്റു 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 വെച്ച് ഘടകങ്ങളാക്കണം. എന്നിട്ട് എത്ര ഘടകങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഇപ്പൊ ചെയ്യുവാണെങ്കിൽ
നമ്മുടെ ഇപ്പൊ നമ്പർ എന്ന് പറയുന്നത് 45 ആണെന്ന് വിചാരിക്കുക. 45ന് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 45 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 9 വരും. 9ന് നമുക്ക് 3 വെച്ച് ചെയ്യാലോ? 3 ഇവിടെ 3 വരും, ഇവിടെ 3 1. ഇതാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 45നെ കിട്ടുന്നത്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 3ന്റെ സ്ക്വയർ ഇൻറ്റു 5 എന്ന് എഴുതാം. 5 എന്ന് പറഞ്ഞാൽ 5 1. ഇങ്ങനെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ, അതായത് ഇത് സം പി റേസ് ടു എം ഇൻറ്റു ക്യൂ റേസ് ടു എൻ എന്നുള്ള ഫോമുല കിടക്കണം. പി എം ക്യൂവും പ്രൈം നമ്പേഴ്സ് ആണ്. ഇവിടെ 3 ഇവിടെ 5 ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ ഈ നമ്പറിന് എത്ര ഫാക്ടർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ m+n ചെയ്യുക, ഇൻറ്റു ചെയ്യുക, n+1 ചെയ്യുക, m+1 ചെയ്യുക, n+1 ചെയ്യുക, അതായത് 2+1. ഇവിടെ എന്ത് വരും? 2+1. 2+1 എത്രയാണ്? 3 ഇൻറ്റു 1+1 എത്രയാണ്? 2. ടോട്ടൽ എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും? 6 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ 45 ചെറിയ നമ്പർ ആയതുകൊണ്ട് ഘടകങ്ങൾ നമുക്ക് എണ്ണി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ കുറച്ച് വലിയ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, 6ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ ഇൻറ്റു 4. ഇവിടെ നമുക്ക് ലോസ് ഓഫ് എക്സ്പോണൻസ് അപ്ലൈ ചെയ്യാതെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നോക്കിക്കേ, 6നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 6 പ്രൈം നമ്പർ ആണോ എന്ന് നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം പ്രൈം നമ്പർ ആണോ എന്ന് നോക്കുക. എങ്കിലേ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 6 പ്രൈം നമ്പർ ആണോ? അല്ല. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകം ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് 2 എടുത്തു, 2നെ ഇൻറ്റു 1, 2 ഇൻറ്റു 1 മാത്രമേ 2 കിട്ടുള്ളൂ. വേറെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടില്ല. 3 എടുത്തു, 3 ഇൻറ്റു 1 ചെയ്താൽ മാത്രമേ നമുക്ക് 3 കിട്ടുള്ളൂ. 4 എടുത്തു, 4 ഇൻറ്റു 1 ചെയ്താൽ നമുക്ക് 4 കിട്ടും. പക്ഷെ 2 ഇൻറ്റു 2 കൂടെ ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? 4 കിട്ടും. അപ്പൊ ഇവിടെ 4 1 മാത്രമല്ല ഘടകം വന്നിട്ടുള്ളൂ, 2 കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ 4 എന്തല്ല? ഒരു പ്രൈം നമ്പർ അല്ല. അതെന്ത് നമ്പറാണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 6നെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈം നമ്പേഴ്സിന്റെ ഇതായിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു 2 എന്ന് എഴുതാലോ 6നെ. ആ സ്ക്വയറിനെ കളയരുത്. അപ്പൊ 2 പേര് വന്നപ്പോൾ നമ്മൾ അവിടെ ബ്രാക്കറ്റ് ഇടണം. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. 2 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈക്വൽ ആയിട്ട് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരുമിച്ച് ബ്രാക്കറ്റ് ഇട്ടുള്ളൂ. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ മാറിപ്പോകും, നമ്മുടെ ഉത്തരം തെറ്റിപ്പോകും. 3ന്റെ സ്ക്വയർ ഇൻറ്റു 4. 4 പ്രൈം അല്ല. ഇപ്പൊ കണ്ടില്ലേ, 4 പ്രൈം അല്ല, കാരണം 2 കൂടെ അതിന്റെ ഫാക്ടർ വരുന്നുണ്ടല്ലേ. അപ്പൊ 4 എങ്ങനെ എഴുതാം? 2ന്റെ സ്ക്വയർ എന്ന് എഴുതാലോ. ഇത് ഓക്കെ. ഇനി ഇവിടെ നോക്കിക്കേ, 2 നമ്പേഴ്സിന്റെ ഹോൾ റേസ് ടു 2 ആണ്. അതായത് ഒരേ ഒരു പവർ ആണ് വന്നേക്കുന്നത്. ഈ 2 എന്ന് പറയുന്നത് 3ന് അവകാശപ്പെട്ടയാളാണ്, 2ന് അവകാശപ്പെട്ടതാണ് അല്ലേ. അപ്പൊ എന്ത് വരും? 3ന്റെ സ്ക്വയർ ഇൻറ്റു 2ന്റെ സ്ക്വയർ ആണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈ ഫസ്റ്റ് വണ്ണിനെ ഇൻറ്റു ബാക്കിയുള്ളവർക്ക് എഴുതാം 3ന്റെ സ്ക്വയർ ഇൻറ്റു 2ന്റെ സ്ക്വയർ. ഇത് നോക്കിക്കേ, 3 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കുക. 3 ഇൻറ്റു 3 അല്ലേ. 3 ഇൻറ്റു 3 താഴെ രണ്ടിടത്തും ഒരേ നമ്പറാ. അപ്പൊ 3 ഇവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 3 + 2 + 4 എന്ന് വരും. അതായത് 3 അടുത്തതോ 2 ഇൻറ്റു 2 താഴെ ഒരേ നമ്പർ, താഴെ എഴുതി 2 + 2 4 വരും. അതായത് 2 ഇത് നോക്ക്, നമ്മുടെ പഴയ ഫോമിലായി. 3യും പ്രൈമാണ്, 2വും പ്രൈമാണ്. അപ്പൊ ഒന്നും നോക്കണ്ട. അപ്പൊ എന്ത് ചെയ്താൽ മതി? മുകളിലുള്ള ആൾക്കാരെ +1 ചെയ്യാ, മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഓർത്താൽ മതി. എന്ത് ചെയ്യാ? 4 + 1 ഇൻറ്റു 4 + 1 എത്ര വരും? ഇവിടെ 4 ആയതുകൊണ്ട് 4 + 1, ഇവിടെ 4 ആയതുകൊണ്ട് 4 + 1. 5 ഇൻറ്റു 5 = 25 നമുക്ക് ആൻസർ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്പറിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തി കഴിയുമ്പോഴും P/m Q/n എത്ര നമ്പർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എത്ര ഇവിടെ ഇൻറ്റു വേറൊരു വേറെ ഏതെങ്കിലും ഒരു Z ഉണ്ടെങ്കിലും നമ്മുടെ ആൻസർ എന്ത് വരും? ആ Z + 1 കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇവിടെ ആഡ് ചെയ്യല്ല, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. m+n ഇൻറ്റു n+1 m+1 ഇൻറ്റു n+1 എന്നുള്ള ഫോമിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഉത്തരം വരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ള അപ്ലൈ ചെയ്യാനുള്ള ഫാക്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം 33/2.5 ഇൻറ്റു 0.56 ഡിവൈഡ് ബൈ 21 ഈക്വൽ ടു 0.352 എങ്കിൽ 5.6 ഡിവൈഡ് ബൈ 0.25 ഇൻറ്റു 3.3 ഡിവൈഡ് ബൈ 0.21 ഇതിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നയാളെ നമുക്കൊന്ന് ഫോം ഒന്ന് മാറ്റി നോക്കാം. അതായത് 33 ഡിവൈഡഡ് ബൈ 2.5 ഇൻറ്റു 0.56 ഡിവൈഡഡ് ബൈ 21. ഇതിൽ നമുക്ക് പോയിന്റ് ഒക്കെ ഒന്ന് കളയാം. അപ്പൊ ഇവിടെ നോക്കിയേ, മുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആണ് ഉള്ളത്.
താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ആണ് ഉള്ളത്. ഇവരിൽ ഏതാണ് വലുത്? 2 അല്ലേ? അപ്പൊ മുകളിലും താഴെയും 2 പൂജ്യം ഉള്ള ആളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 33 ഇൻറ്റു 0.56 ആയിരുന്നു ഇൻറ്റു 100 ചെയ്യുക ഡിവൈഡഡ് ബൈ 2.5 ഇൻറ്റു 21 ഇൻറ്റു ആ 2 പൂജ്യം സെയിം ആളെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ആരെയാണ് ചെയ്തത് അവിടെ തന്നെ ചെയ്യുക, അത് തന്നെ ചെയ്യുന്നു കേട്ടോ. താഴെ ഈക്വൽ ടു ഇത് ചെയ്ത് കഴിയുമ്പോൾ 33 ഇൻറ്റു 56, അതായത് ഈ 2 പൂജ്യത്തിന് പകരം ഈ പോയിന്റ് അങ്ങ് പോകും, അതേ ഉള്ളൂ വ്യത്യാസം. ഡിവൈഡഡ് ബൈ ഇവിടെ 2 പൂജ്യം ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു പോയിന്റ് അല്ലേ ഉള്ളൂ, ഒരു പൂജ്യത്തിന് പകരം ഒരു പോയിന്റ് പോകും. അപ്പൊ നമ്മുടെ നമ്പർ 25 ആയി മാറും. ആ 21 ഓൾറെഡി അവിടെ ഉണ്ട്, പക്ഷെ ഒരു പൂജ്യം ഉള്ളത് അവിടെ ബാക്കിയില്ലേ, അതായത് 10 എന്നുള്ളത് ബാക്കിയുണ്ട്. ഇതിന്റെ ആൻസർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 0.352 എന്ന് പറയുന്നത്. ഇത്രയും ഭാഗത്തിന്റെ ആൻസർ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 5.6 ബൈ 0.25 ഇൻറ്റു 3.3 ബൈ 0.21 നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്, എത്ര സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്? ഇവിടെ 1, ഇവിടെ 1, അപ്പൊ ടോട്ടലി 2 എണ്ണം ഉണ്ട് മുകളില്. താഴെയോ ഇവിടെ 2, ഇവിടെ 2, ടോട്ടലി 4 എണ്ണം ഉണ്ട്. 2 ആണോ 4 ആണോ വലുത്? 4 അല്ലേ വലുത്. അപ്പൊ 4 പൂജ്യമുള്ള ആളെ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 5.6 ഇൻറ്റു 3.3 ബൈ 0.25 ഇൻറ്റു 0.21. ഇവിടെ 4 സ്ഥാനം ഉള്ളത് കൊണ്ട് 4 പൂജ്യമുള്ള ആളെ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഏതാണോ വലുത് അത്രയും പൂജ്യമുള്ള ആളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ഓർത്താൽ മതി. ഈക്വൽ ടു ഇവിടെ 2 പൂജ്യത്തിന് വരും, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 എണ്ണം ഉള്ളത്, 2 സ്ഥാനമാണല്ലോ ഉള്ളത്. അപ്പൊ 2 പൂജ്യം പോയിട്ട് നമ്പർ തന്നെ എഴുതാൻ പറ്റും. 56 ഇൻറ്റു 33 ഇൻറ്റു ബാലൻസ് ആരാ ഉള്ളേ, ഒരു 100 ബാലൻസ് ഉണ്ട് ഡിവൈഡ് ബൈ ഇവിടെ ടോട്ടലി 4 എണ്ണാണുള്ളത്. അപ്പൊ 4 പൂജ്യവും പോയി കിട്ടും. അതായത് 25 ഇൻറ്റു 21 എന്ന് വരും. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കി, രണ്ടും സെയിം ആണോ? അല്ല. ഇവിടെ താഴെയാണ് ഒരു 10 ഉള്ളത് അല്ലേ, അപ്പൊ ഇവിടെ നമുക്ക് താഴെ 10 വേണ്ടേ, അപ്പൊ ഇവിടെ ഒരു ഇൻറ്റു 10 ചെയ്തു. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഇൻറ്റു 10 ചെയ്യണം അല്ലെ, ഇവിടെയും ഒരു ഇൻറ്റു 10 ചെയ്തു. ഇനി ഈ നമ്പർ എത്രയാണെന്ന് നോക്കിക്കേ, ഈ നമ്പറാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 0.352 അല്ലേ. സോ 0.352 ഇൻറ്റു 100 ഇൻറ്റു 10 എന്ന് പറയുന്നത് 1000 ആയി. ഇപ്പൊ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമുണ്ട്, 3 പൂജ്യം ഉണ്ട്, ആ പൂജ്യം മുഴുവൻ അങ്ങ് പൊക്കോളും. ഈ നമ്പർ മാത്രം എടുത്ത് എഴുതിയാൽ മതി. 352 ഓപ്ഷൻ ഡി നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരും. ഇങ്ങനെയുള്ള ഡെസിമലിന്റെ നമ്പേഴ്സ് വരുമ്പോൾ അതിന്റെ ഡെസിമൽ ഫോം കളഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് തെറ്റില്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുതേത്? ഏറ്റവും വലുതാ ചോദിച്ചിരിക്കുന്നത്. വലുതും ചെറുതും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇടയിലുള്ള നമ്പർ കണ്ടുപിടിക്കാൻ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 5/7, 2/3 ആണ് ആദ്യത്തെ ഓപ്ഷൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അതിന്റെ ഈസി മെത്തേഡ്. 5 ഇൻറ്റു 3 15 ചെയ്യുക, 7 ഇൻറ്റു 2 14 ചെയ്യുക. വലുതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതിൽ വലുതാരാന്ന് നോക്കാം. 15 അല്ലേ. 15 വലുതായതുകൊണ്ട് 15ന്റെ കൂടെ ഉള്ള ആളായിരിക്കും കമ്പാരിറ്റീവ്ലി രണ്ടിലും വലുത്. അതായത് 5/7 നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയി. 5/7 നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയി. ഇതിനെ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചു, ഇത് വേണ്ട. അത് അടുത്ത നമ്പർ ഏതാ? 3/4. സെയിം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 5 ഇൻറ്റു 4 20, 7 ഇൻറ്റു 3 21. ഇതിൽ വലുതാരാ? 21 അല്ലേ. അപ്പൊ 3/4 നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയി ഇതിനെ അവിടെ നിർത്തി, ഇതിന് വേണ്ട ഇനി. സോ 3/4 എടുത്തു. അടുത്ത ലാസ്റ്റത്തെ ആൾ 1/3. വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 3 9, 4 ഇൻറ്റു 1 4. ഇതിൽ വലുത് ഏതാ? 9 അല്ലേ. സോ 3/4 ആയിരിക്കും ഫൈനലി വലുത് എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും വലുത് ഏതാണ്? 3/4. ഇപ്പൊ ചെറുതാണെങ്കിൽ ഇതിലുള്ള ചെറുതിനെ ഇങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതും കിട്ടും. ഇപ്പൊ ഈ വലുത് ചോദിച്ച ക്വസ്റ്റ്യനിൽ തന്നെ ചെറുതും കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യം കൂടി നമുക്ക് കിട്ടുകയുമായി. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള 3/4 ആണ് ഉത്തരം വരുന്നത്. അടുത്ത ഇടയിലുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. 2/5നും 8/9നും ഇടയിലുള്ള സംഖ്യ ചോദിച്ചിരിക്കുന്നത്. ഇടയിലുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പ വഴി അംശങ്ങൾ തമ്മിൽ കൂട്ടുക, ഛേദങ്ങൾ തമ്മിൽ കൂട്ടുക. അതായത് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കൂട്ടുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ കൂട്ടുക. അതൊരു നമ്പർ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ അങ്ങനെ തരുള്ളൂ. അപ്പൊ നോക്കിക്കേ, 8ഉം 2ഉം കൂട്ടുക. 2 + 8/5 + 9 നോക്കുക. 2 + 8 എത്രയാണ്? 10 ആണ്. 5 + 9 എത്രയാണ്? 14. അത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷനിലില്ല. പക്ഷെ ഇത് ചെറുതാക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ. 2 ഈവൺ നമ്പേഴ്സ്. അപ്പൊ 2 വെച്ച് മുകളിലും താഴെ ഡിവൈഡ് ചെയ്യല, അല്ലെങ്കിൽ 2 വെച്ച് വെട്ടിക്കളയാം അല്ലെ. അപ്പൊ എന്ത് വരും? 5/7. ആൻസർ ഉണ്ടോ? ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഇടയിലുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അംശങ്ങൾ തമ്മിൽ കൂട്ടുക, ഛേദങ്ങൾ തമ്മിൽ കൂട്ടുക. അതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്.
അടുത്തൊരു ചോദ്യം കൂടി. 2/5നും 3/8നും ഇടയിലുള്ള സംഖ്യ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. സെയിം പ്രൊസീജിയർ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാലോ. അംശങ്ങൾ തമ്മിൽ കൂട്ടുക, 3ഉം 2ഉം കൂട്ടുക. 2+3/5+8 ആണ്. 3ഉം 2ഉം 5 ആണ്. 8ഉം 5ഉം 13 ഇതിന് പ്രത്യേകിച്ച് സിംപ്ലിഫൈ ചെയ്യാനില്ല, ആ ഓപ്ഷൻ നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഈ നമ്പർ 2/5ഉം 5നും 3/8നും ഇടയിലുള്ള ഒരു നമ്പറാണ് 5/13. ഇനി ഇവർക്കിടയിൽ കണ്ടുപിടിക്കാം ഒരു നമ്പർ. സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. 5ഉം 2ഉം കൂട്ടുക 7, 5 13ഉം കൂട്ടുക 18. അതെന്തോന്ന് നോക്കുക, അതും ഇല്ല. അപ്പൊ തല തിരിച്ച് ചെയ്യുക. ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള നമ്പർ നോക്കാം. അതായത് 5ഉം 3ഉം നോക്കുക 8, 13ഉം 8ഉം നോക്കുക 21. അതൊരു ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇടയിലുള്ള നമ്പേഴ്സ് തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. മാക്സിമം ഇത്രയും വരെ ചോദിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനിയും ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്ത് തീർക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇവിടുത്തെ നമ്മുടെ ആൻസർ 8/21 ആൻസർ വരുന്നത്. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ടൈപ്പ് ചോദ്യമാണ്. അതായത് ഇവിടെ 1/2, 1/4 +1/8 +1/16 ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംഖ്യ കൂട്ടുമ്പോൾ ഇപ്പൊ ഇവിടുത്തെ സംഖ്യകളുടെ ഛേദത്തിന്റെ പ്രത്യേകത നോക്കുക. അതായത് ഡിനോമിനേറ്ററിന്റെ പ്രത്യേകത നോക്കുക. ആദ്യത്തെ നമ്പർ 2ആണ്. 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16. അങ്ങനെയാണ് പോകുന്നത്. അതായത് ഡിനോമിനേറ്റേഴ്സ് ഇരട്ടിയാണ് പോകുന്നത് എങ്കിൽ, ഡിനോമിനേറ്റേഴ്സ് ഇരട്ടി ആയിട്ടാണ് പോകുന്നത് എങ്കിൽ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്, നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടത്തെ ഏത് നമ്പർ ആണോ ആ നമ്പറിന് 2 കൊടുക്കുക, അത് 4 കൊടുക്കുക. അതായത് ഇവിടെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുക. 8 കൊടുക്കുക, 16 കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഡിനോമിനേറ്റർ ഏതാണോ ആ ഡിനോമിനേറ്റർ തന്നെ നമ്മുടെ ഉത്തരത്തിന്റെ ഡിനോമിനേറ്റർ ആയിട്ടും വരുത്തുക. പിന്നെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയല്ലോ, ഈ ഉത്തരം ഏതാണോ അതിന്റെ 1 കുറയ്ക്കുക. 16 - 1, അതായത് 15/16 ആയിരിക്കും ഇതിന്റെ ഉത്തരം വരുന്നത്. 15/16. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ അത് എഴുതി കാണിക്കാം. അതായത് ഇപ്പൊ നമുക്ക് തരുന്നത് ഒരു 1/3, 1/6, 1/12 ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലും ഇതുപോലെ തന്നെ 3ന്റെ ഇരട്ടി 6, 6ന്റെ ഇരട്ടി 12 അങ്ങനെയല്ലേ പോയേക്കുന്നേ. അപ്പൊ ആദ്യം വരുന്നയാൾക്ക് 2 കൊടുക്കുക, രണ്ടാമത് വരുന്നയാൾക്ക് 4 കൊടുക്കുക, മൂന്നാമത് വരുന്നയാൾക്ക് 8 കൊടുക്കുക. എന്നിട്ട് ഈ ഡിനോമിനേറ്റർ ഏതാണോ അതായിരിക്കും ഉത്തരത്തിന്റെയും ഡിനോമിനേറ്റർ വരിക. മുകളിൽ എന്ത് വരും, ഈ 8ൽ നിന്ന് കുറച്ച് 7 വരും. 7/12 ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ പക്ഷേ ഡെസിമൽ ഫോമിലായതുകൊണ്ട് 15/16 ചെയ്യണം. 15/16 ചെയ്താൽ എത്രയായിരിക്കും ഉത്തരം വരിക? അത് ഡിവൈഡ് ചെയ്ത് തന്നെ നോക്കണം. 0.9375 എന്നായിരിക്കും നമുക്ക് ഉത്തരവും വരുന്നത്. ഇത് മെത്തേഡ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. 2-3 എണ്ണം ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്വയം ഉണ്ടാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തൊരു സെഷനിലേക്ക് കടക്കാം. സമാന്തര വരകൾ. എത്ര നീട്ടിയാലും കൂട്ടിമുട്ടാത്ത വരകളാണ് സമാന്തര വരകൾ. സമാന്തരമായ രണ്ട് വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുന്നത് ഒരേ അളവിലുള്ള കോണുകളിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സമാന്തര വരകൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് 2 എണ്ണം സമാന്തര വരകളാണ്. ഇത് രണ്ടും സമാന്തര വരകളാണ്. ഇത് L, ഇത് M എന്ന് വിചാരിക്കാം. ഈ LM എന്ന് പറയുന്നത് സമാന്തര വരയാണ്. ഈ വരയാണ് ഇതിനെ മുറിച്ചു കടക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കുറെ കോണുകളുണ്ട്. ആദ്യത്തെ കോണാണ് സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയും. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഒരു ആംഗിൾ ഉണ്ടായിരിക്കും, ഇവിടെയും ആംഗിൾ ഉണ്ടായിരിക്കും, ഇല്ലേ? അതുപോലെ ഇവിടെയും ആംഗിൾ ഉണ്ടായിരിക്കും, ഇവിടെയും ആംഗിൾ ഉണ്ടായിരിക്കും. പിന്നെ ഇതേ ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, ഇവിടെയും അതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ടാവും, ഇവിടെയും അതുപോലെ ഒരെണ്ണം ഉണ്ടാവും. ഈ ആംഗിളും ഈക്വൽ ആണ്, ഈ ആംഗിളും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇതും ഈക്വൽ, ഇതും ഈക്വൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്തായിരിക്കും, ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾസ് എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാന കോണുകൾ തുല്യമായിരിക്കും. അടുത്ത ആളാണ് മറുകോണുകൾ അഥവാ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരയ്ക്ക് അപ്പുറം ഇപ്പുറം ഉള്ളത്, അതായത് എസ് പോലെ ഇരിക്കും. ഈ ആംഗിളും ഈക്വൽ. അതുപോലെ തന്നെ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ആംഗിൾസ് ഇത് രണ്ടുമാണ് കേട്ടോ. ഇതും ഈക്വൽ ആയിരിക്കും. അടുത്ത എസ് തല തിരിച്ചിട്ട പോലെ ഇല്ലേ, ഈ എസ് പോലെ ഇങ്ങനെ പോകുന്ന ഈ ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ് മറുകോണുകൾ അഥവാ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. പിന്നെ ഒരു കോണ് കൂടി ഉണ്ട്, അത് നമ്മൾ നോർമലി നോക്കുന്ന രണ്ട് ലൈൻസ് അങ്ങോട്ട് കൊണ്ട് പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയും. ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത്രയും ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സമാന്തര വരകളിൽ പഠിക്കേണ്ടതാണ്. അടുത്താണ് ആന്തര സഹകോണുകൾ അല്ലെങ്കിൽ കോ ഇന്റീരിയർ ആംഗിൾസ്. ഇപ്പൊ രണ്ട് സമാന്തര വരകൾ എടുത്തു, ആ രണ്ട് സമാന്തര വരകളിൽ ഉള്ളിൽ കിടക്കുന്ന ആംഗിൾസ്, അതായത് നോക്കി ഈ ഉള്ളിൽ കിടക്കുന്ന ആംഗിൾസ് ആണല്ലോ ഇത്. ഇവർ രണ്ടുപേരും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. കോ ഇന്റീരിയർ ആംഗിൾസ് അത് ആന്തര സഹകോണിന്റെ പ്രത്യേകതയാണത്. ഇവിടെയും ഉണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ കിടക്കുന്ന ആംഗിൾസ്. ഇവർ രണ്ടുപേരും കൂട്ടുമ്പോഴും എന്ത് കിട്ടും?
ഇവ രണ്ടുപേരും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. അപ്പൊ ഇതാണ് ആന്തര സഹകോണിന്റെ പ്രത്യേകത. ഈ പ്രത്യേകതകൾ അറിയാമെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു തീർക്കാൻ പറ്റും. ചിത്രത്തിൽ ആംഗിൾ എ ബി സി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ വരുന്നവർക്ക് ഇത് ആംഗിൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ ലൈൻസിന് പാരലൽ ആയിട്ട് രണ്ട് ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. ഇത് രണ്ടും പാരലാണ്. ഇവർക്ക് രണ്ടുപേർക്കും പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ കൂടെ വരച്ചു കഴിഞ്ഞാൽ അതും ഓട്ടോമാറ്റിക്കലി ഇവർ മൂന്നുപേരും പാരലൽ ആയിട്ട് തന്നെയായിരിക്കും വരിക. ഇങ്ങനെ പാരലൽ ആയിട്ട് വരച്ചു. അപ്പൊ ഈ ആംഗിള് അതുപോലെ തന്നെ ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ നമ്മൾ വരച്ചു ഇത് എങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എസ് പോലെ അല്ലെ, എസിനെ ഒന്ന് തിരിച്ചിട്ട പോലെയുണ്ട് അല്ലേ അത്. അപ്പൊ അതുപോലെ ഇരിക്കുന്ന ആംഗിൾ എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലെ, മറുകോണുകളാണ്. അപ്പൊ മറുകോണുകൾ തുല്യമാണ്. അപ്പൊ ഇത് 40 ആണെങ്കിൽ ഇത് 40 ആയിരിക്കും. അതുപോലെ തന്നെയല്ലേ ഇത് ഇതും, ഇവിടെ അതായത് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ, എസ് പോലെ ഇരിക്കുന്നു. അതും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ആയിരിക്കും. അപ്പൊ ആ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി വരും. കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കിയേ, ചിത്രത്തിൽ മാർക്ക് ചെയ്ത കോൺ കണ്ടുപിടിക്കുക. ഈ കോൺ എത്രയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ 35 വന്നിട്ടുണ്ട്. ഇവിടത്തെ കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടാൻ എളുപ്പമാണ് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കിയാലോ. ഇവിടത്തെ എത്രയാണ്? 45 ആണല്ലോ. അപ്പൊ ദാ ഇവിടെ ഉണ്ട്. ഇത് രണ്ട് സമാന്തര വരകളാണ് കേട്ടോ. ഇത് രണ്ട് സമാന്തര വരകളാണ്. ഇതൊന്നും എന്തായാലും മുറിച്ചു കിടക്കുകയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് അതുപോലെ തന്നെ ഇതും എന്ത് കോണുകളാണ്? മറുകോണുകൾ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ ഇത് 45 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 45 ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് എത്രയായിരിക്കും വരിക? 180ൽ നിന്ന് 35ഉം 45ഉം കൂടെ കൂട്ടുന്നത് കുറയ്ക്കുക. അതായത് 180ൽ നിന്ന് 5 5 10, 4 3 7 8, 80 കുറച്ച് 100 ഡിഗ്രി വരും. ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന കോൺ എന്ന് പറയുന്നത് 100 ഡിഗ്രി വരും. തിരിച്ച് ചെയ്യാട്ടോ. ഇവിടെ 35 ആണെങ്കിൽ ഇവിടെയും 35 ആണ്. അങ്ങനെയെങ്കിൽ ഈ കോൺ 100, ഈ കോൺ 100 ആണെങ്കിൽ ഈ കോണും 100. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം നമ്മുടെ. അപ്പൊ നമുക്ക് യുക്തിക്ക് നിരക്ക് നമുക്ക് എന്ത് തോന്നുന്നു ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യനെയും ഡീൽ ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്ക് പെഡഗോഗി ഭാഗത്ത് നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നോക്കാം. പ്രൊജക്ട് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഈ പ്രൊജക്ട് മെത്തേഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, പ്രൊജക്ട് മെത്തേഡ് ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കിൽപാട്രിക് ആണ് പ്രൊജക്ട് മെത്തേഡിന്റെ വക്താവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പ്രാഗ്മാറ്റിക് ഫിലോസഫിയുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഒരു ശാഖയാണ് പ്രൊജക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ലേണിംഗ്, ഹ്യൂറിസ്റ്റിക് ലേണിംഗ് എന്നൊക്കെ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു റോട്ട് ലേണിംഗിനെ തീരെ പ്രൊമോട്ട് ചെയ്യാത്തൊരു മെത്തേഡാണ് പ്രൊജക്ട് മെത്തേഡ്. അതുപോലെ തന്നെ സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്, നോൺ ടു അൺനോൺ, ഡെഫിനറ്റ് ടു ഇൻഡെഫിനറ്റ്, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ്, എംപിരിക്കൽ ടു റാഷണൽ. അതായത് മാക്സിംസ് ഓഫ് ടീച്ചിങ് ഫോളോ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രൊജക്ട് മെത്തേഡ്. അടുത്തതിന്റെ സ്റ്റെപ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആദ്യം ക്രിയേറ്റിംഗ് എ സിറ്റുവേഷൻ. നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാക്കണം അല്ലെ. ഇപ്പൊ ഒരു ക്ലാസ്സിലാണെങ്കിൽ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പ്രൊജക്ട് ഉണ്ട് എന്ന് പറഞ്ഞാലല്ലേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലാതെ വെറുതെ ആണെങ്കിൽ ചെയ്യില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പ്രപ്പോസിങ് ആൻഡ് ചൂസിങ് ദ പ്രൊജക്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം പ്രൊജക്ടിന്റെ ടോപ്പിക്സ്, അത് ഏത് രീതിയിൽ വേണം എന്നുള്ള രീതിയിലൊക്കെ ചൂസ് ചെയ്യുക. ഓക്കെ. ആൻഡ് പ്ലാനിങ് ദ പ്രൊജക്ട്. എന്നിട്ട് അത് പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുക. ആ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ് അടുത്ത സ്റ്റെപ്പ്. ആ എക്സിക്യൂട്ട് ചെയ്ത സാധനം നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും അല്ലെ. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അനലൈസും ഇവാലുവേഷനും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്താണ് നമ്മളത് റെക്കോർഡ് ചെയ്ത് ടൈപ്പ് ചെയ്ത് വെക്കും. ഇത്രയാണ് പ്രൊജക്ട് മെത്തേഡിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പ്രൊജക്ട് മെത്തേഡ്? ഡെവലപ്പ് ദ സ്പിരിറ്റ് ഓഫ് റിസർച്ച് ഇൻ students, develop competitive spirit in learners, doing arithmetic operations quickly, develops memory power in learners. ഇതിന്റെ അകത്ത് ഏതാണ് വരുന്നത്? ഡെവലപ്പ് എ സ്പിരിറ്റ് ഓഫ് റിസർച്ച് ഇൻ സ്റ്റുഡൻസ്. ഒരു റിസർച്ച് മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നതാണല്ലോ പ്രൊജക്ട് മെത്തേഡിന്റെ കൂടുതലായിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞു ഹ്യൂറിസ്റ്റിക് ലേണിംഗ് ആണ്, നമ്മൾ സ്വയം കണ്ടുപിടിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലെ. പ്രൊജക്ട് എന്ന് പറയുമ്പോൾ എല്ലാ പ്രൊജക്റ്റും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ചുകൂടി കണ്ടുപിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു കാര്യമാണ് പ്രൊജക്ട് എന്ന് പറയുന്നത്. സോ ഡെവലപ്പ് ദ സ്പിരിറ്റ് ഓഫ് റിസർച്ച് ഇൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നതായിരിക്കും റൈറ്റ് ആൻസർ വരിക. ഓക്കെ. അടുത്ത ചോദ്യം, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രൊജക്ട് മെത്തേഡ് ഈസ്. പ്രൊജക്ട് മെത്തേഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? എക്സിക്യൂഷൻ ആണോ? ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ ആണോ? പ്ലാനിംഗ് ദ പ്രൊജക്ട് ആണോ? റെക്കോർഡിംഗ് ദ പ്രൊജക്ട് ആണോ? പറഞ്ഞു നമുക്ക് പ്രൊജക്ട് ചെയ്യണം എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവണം അല്ലെ. ഒരു ക്ലാസിന്റെ അകത്ത് എന്തെങ്കിലും നമുക്കിപ്പം ബി.എഡിന് നമ്മൾ എല്ലാവരും പ്രൊജക്ട് ചെയ്ത ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്തത്? ബി.എഡിൽ നമുക്ക് അങ്ങനെ ഒരു കോഴ്സ് ഇത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പ്രൊജക്ട് വേണം എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ പ്രൊജക്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം, ടോപ്പിക്സ് ഒക്കെ കണ്ടുപിടിച്ച് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഓരോന്ന് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
ആൻഡ് ദോസ് ഇതാണ് നമ്മൾ പ്രൊജക്ട് മെത്തേഡിന്റെ സ്റ്റെപ്സ് ഒന്നുകൂടി ഓർക്കാം. ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ, proposing and choosing the project, planning the project, execution of the project, evaluation of the project, recording of the project. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉത്തരം ക്രിയേറ്റിംഗ് ദ സിറ്റുവേഷൻ ഫോർ ദി പ്രൊജക്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫാസ്റ്റസ്റ്റ് റിവിഷൻ എന്നുള്ള രീതിയിലാണ്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഏരിയയും ടച്ച് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ആണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങളുടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ ഏരിയാസിനെ ബേസ് ചെയ്തിട്ട് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക. ആർക്കെങ്കിലും സെറ്റ് ഒക്കെ ടെറ്റ് HSST BHSC ടെറ്റ് ഇങ്ങനെയുള്ള കോച്ചിങ്ങുകൾക്കൊക്കെ ചേരാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടോസ് അക്കാഡമിയെ സമീപിക്കാവുന്നതാണ്. റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും PDF നോട്ടുകളും മെന്റർഷിപ്പും ടീച്ചേഴ്സ് സ്വയം ടീച്ചറിനോട് നിങ്ങൾ ഏത് ടീച്ചറാണോ പഠിപ്പിക്കുന്നത് ആ ടീച്ചറിനോട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാനുള്ള ഒരു അവസരവും എല്ലാം ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിൽ 7510155485 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.